1992 മാർച്ച് 27 പുലർച്ചെ 4:30 കോട്ടയത്തെ സെന്റ് പയസ് 10th കോൺവെന്റിൽ കൊടും തണുപ്പുള്ള പ്രഭാതം. മരങ്ങളെയും ഭിത്തികളെയും തഴുകി നേർത്ത കാറ്റ് വീശുന്നു. അകലെ പള്ളിയിൽ നിന്നുള്ള മണിയൊച്ച ആ ശാന്തമായ അന്തരീക്ഷത്തെ ഭേദിച്ചു. ഒരു 18 വയസ്സുകാരിയായ കന്യാസ്ത്രീ സിസ്റ്റർ അഭയ, മുല്ലപ്പൂ പോലെ വെളുത്ത നിഷ്കളങ്കമായ മുഖവുമായി മെല്ലെ ഉറക്കമുണർന്നു. പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും തിളക്കമായിരുന്നു അവളുടെ കണ്ണുകളിൽ. അടുക്കളയിലേക്ക് പോകാൻ അവൾ ഒരുങ്ങിയിറങ്ങി. അവളുടെ കാൽപ്പെരുമാറ്റം നേർത്തൊരു ശബ്ദം പോലും ഉണ്ടാക്കാത്ത വിധം മൃദുവായിരുന്നു. അടുക്കളയുടെ വാതിൽ പാതി തുറന്നിരുന്നു. നേരിയ വെളിച്ചം. അഭയ അടുക്കളയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. ഭയവും ഞെട്ടലും അവളുടെ മുഖത്ത് നിഴലിച്ചു. ഒരു നിമിഷം പോലും അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പിന്നിൽ നിന്നൊരു നിഴൽ അവളെ വളഞ്ഞു. ഒരു നിമിഷത്തെ വെള്ളിത്തിളക്കത്തിന് ശേഷം കൂർത്തതും ഭാരമുള്ളതുമായ ഒരു വസ്തു അവളുടെ തലയിൽ ആഞ്ഞടിച്ചു. ഭാരമുള്ള വസ്തു താഴെ വീഴുന്ന ശബ്ദവും ഒരു നേർത്ത നിലവിളിയും കേട്ടു. പിന്നീട് നിശബ്ദത. അഭയയുടെ കയ്യിലിരുന്ന കന്നാസ് താഴെ വീണു. വെള്ളം തറയിൽ പരന്നു. അവളുടെ ശരീരം തളർന്ന് താഴേക്ക് വീണു. അടുക്കളയിലെ ലൈറ്റ് മിന്നി മിന്നി അണഞ്ഞു. ഇരുട്ട് പരന്നു. പിന്നീട് 2 നിഴലുകൾ അഭയുടെ നിശ്ചലമായ ശരീരം കോൺവെന്റിലെ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞു. കിണറ്റിലേക്ക് ഒരു ഭാരമുള്ള വസ്തു വീഴുന്നതിൻ്റെ ശബ്ദം കേട്ടു. വെള്ളത്തിൽ ഒരു ഓളം രൂപപ്പെട്ടു. നേരം വെളുത്തപ്പോൾ കോൺവെന്റ് നിറയെ ആളുകളായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ കിണറ്റിൽ നിന്ന് സിസ്റ്റർ അഭയയുടെ മൃതദേഹം പുറത്തെടുത്തു. കോൺവെന്റിൽ നിന്ന് നിലവിളികൾ ഉയർന്നു.